യുവർ ഗായത്രി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ പറയുന്നത് പച്ച കള്ളമാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാന്യന്മാരായ വ്യക്തികളാണ് വിശ്വനാഥനും വാവച്ചനും തേവരും. ഇതിനു മുമ്പും പല കേസുകളിൽ ഇവരെ പ്രതികളാക്കി കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ വിഷ്ണുദത്തൻ ഇതേ കോടതിക്ക് മുമ്പിൽ വരികയും ആ പക തീർക്കാൻ ഇവർ വിഷ്ണുവിനെയും സഹോദരിമാരെയും തന്റെ അച്ഛനെയും കൊന്നതാണെന്നും തന്നെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി എന്നും പറയപ്പെടുന്ന ഈ സ്ത്രീയുടെ ആരോപണം തികച്ചും കള്ളമാണ്. എന്നാൽ അതേ വീട്ടിൽ മരിച്ചു കിടന്ന അജ്ഞാതനായ ഒരാൾ വിഷ്ണുവിന്റെ അനുജത്തിയുടെ കാമുകനാണെന്നും സംഭവ ദിവസം ഇതേ സ്ത്രീയുടെ അറിവോടെ അനുജത്തിയും കാമുകനും വീട്ടിൽ ഒത്തുകൂടുകയും യാദൃച്ഛികമെന്ന വണ്ണം വീട്ടിലേക്ക് വന്ന വിഷ്ണുദത്തൻ അത് കാണാനിടയാകുകയും തുടർന്ന് വിഷ്ണുവുമായിട്ടുണ്ടായ സംഘടനത്തിൽ പരസ്പരം വെട്ടേറ്റു മരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസിന്റെ എഫ്ഐആർ. ഭർത്താവും സഹോദരിമാരും സ്വന്തം അച്ഛനും മരിച്ച് സീതയുടെ തീ അണയുന്നതിന് മുമ്പ് ഈ കോടതിയിലെത്തിയ ഇവരുടെ സ്വഭാവത്തിൽ എനിക്ക് സംശയമുണ്ട്. കുടുംബക്കാർക്കുണ്ടായ ദുരന്തത്തിൽ ഈ സ്ത്രീയുടെ മാനസിക നില തന്നെ തകരാറിലായിരിക്കുകയാണെന്നാണ് എനിക്ക് കോടതിയോട് ബോധ്യപ്പെടുത്താനുള്ളത്. സംഭവം നടന്നതിന് 2 ദിവസം മുമ്പ് മറ്റൊരു കേസിൽ ഈ കോടതി തന്നെ 15 ദിവസത്തെ റിമാൻഡിൽ സബ് ജയിലിൽ അയച്ചവരാണ് പ്രതികളെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വനാഥനും വാവച്ചനും തേവരും. കൃത്യം നടന്ന അന്ന് ഇവർ സബ് ജയിലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് രാജേഷിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെയും എന്റെ അനുജത്തിമാരെയും നിഷ്ഠൂരമായി മാനഭംഗപ്പെടുത്തിയും എന്റെ അച്ഛനെയും വിഷ്ണുവേട്ടനെയും അനുജത്തിമാരെയും ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തത് ഈ സമൂഹത്തിലെ ഉന്നതന്മാരാണെന്ന് ഇവിടെ പറയുന്ന വിശ്വനാഥനും അയാളുടെ ആൾക്കാരുമാണെന്ന് എനിക്ക് വ്യക്തമാണ്. ജീവൻ തുടിക്കുന്ന ഒരു പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ, സ്ത്രീ സമൂഹത്തിന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കഴുകന്മാർക്ക് അവർ അർഹിക്കുന്ന കൊലക്കയർ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സി എ വിഷ്ണു, ശർമ്മ, ശർമിള കൊലക്കേസിലെ പ്രതികൾ വിശ്വനാഥൻ, തേവർ, വാവച്ചൻ എന്നിവരാണെന്നുള്ള ഗായത്രിയുടെ മൊഴി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും, എന്നാൽ വിഷ്ണുവിന്റെ സഹോദരീ കാമുകനുമായുള്ള ഏറ്റുമുട്ടലിലാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നതിനാലും സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന വിശ്വനാഥൻ, വാവച്ചൻ, തേവർ എന്നിവർ കുറ്റക്കാരല്ലെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ഓർമ്മകൾ മാഡത്തിനെ പഴയകാലത്തിലേക്ക് കൊണ്ടുപോയി തോന്നുന്നു. യെസ്, അല്പനേരം ഞാൻ എവിടെയോ ആയിരുന്നു. മനസ്സിൽ മറക്കാതെ ഒതുക്കി വെച്ചിരുന്ന ഓർമ്മകൾക്ക് ജീവൻ തുടിക്കുന്നത് പോലെ ചോരയുടെ ഗന്ധം ഇവിടെയാകെ നിറഞ്ഞു നിൽക്കും പോലെ. മാഡം റിലാക്സ്. കടക്ക് തീർക്കാൻ സമയമേറെയുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു വഴിയാണ്. അത് കിട്ടിക്കഴിഞ്ഞു. താൻ എത്തിയോ? മേഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെ വിശ്വസിപ്പിക്കാൻ അല്പം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഈ ഒരു വരവും കാത്തിരിക്കണം അവരവിടെ. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. ശരി. അടുത്താഴ്ച പാർട്ടി മീറ്റിംഗ് ആണ്. അത് ഞാൻ കറക്റ്റ്. എടോ, അവരെവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അതെ, ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ലടോ. സൂപ്പർ പെമ്പളെ, അഴകാന ചിക്കിളി ശരിക്ക് ഇഴുത്ത് വാങ്ങും പാപ്പ. എന്താ സേഠ്ജി, സുഖാണോ? നിനക്ക് വേണ്ടിയാ നമ്മൾ ഇവിടേക്ക് വന്നത്. നീ പറഞ്ഞുകൊണ്ട് മാത്രം. നിന്റെ സന്തോഷ
നമ്മുടെയും സന്തോഷം. എന്താ നിന്റെ ഉദ്ദേശം? സേഠ്ജി, അഗ്രഹാരത്തിലെ അകത്തളങ്ങളിൽ പൂജയും തേവാരവുമായി കഴിഞ്ഞ് ആ പഴയ ഗായത്രിയല്ല നിങ്ങളുടെ മുന്നിലെ ഈ പാർവതി. നെഞ്ചിലൊരുപിടി ഓർമ്മകൾ കനലായി സൂക്ഷിച്ച് അത് കെട്ടണയാതെ ഓജസ്സും തേജസ്സും പകർന്ന് ഒരു ജ്വാലയായി മാറ്റിയത് ഈ ഒരു അവസരത്തിന് വേണ്ടി മാത്രമാണ്. മനസ്സിലെ അഗ്നിയിൽപ്പെട്ട് ചിറകുകൾ നഷ്ടപ്പെട്ട ഈ ആമ്പാറ്റ കണക്കെ കൊണ്ടുവരും ഞാൻ അവരെ. ഒരു ഉപകാരം കൂടി സേഠ്ജി ചെയ്യണം. എനിക്കിവിടെ വരാൻ ഒരു വഴിയൊരുക്കിയതുപോലെ കിട്ടാനുള്ള പണത്തിന് 1 വർഷത്തെ കാലാവധി കൂടെ കൊടുക്കുക. അവർക്കായി എഴുതി തീർത്ത മരണ വാറണ്ട് ഇല്ല. ബ്രാഹ്മണ്യത്തിന്റെ രക്തവും ക്ഷത്രിയന്റെ മനസ്സുമായി തീർന്ന ഒരു സംഹാര അവതാരത്തെയാകും അവരിനി കാണുക. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. വിജയം വരിച്ചില്ലെങ്കിലും എനിക്ക് ഈ യുദ്ധം നയിക്കണം. എന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചവർക്ക് ഞാൻ കൊടുത്ത വാക്കാണത്. എനിക്കത് പാലിച്ചേ മതിയാകൂ. ചിക്കിലി ഇറക്കിയ ഈ ഞാൻ എന്തും ചെയ്തിരുന്ന അറിയാലോ. ഇനി കുറഞ്ഞത് 3 മാസത്തെ കാലാവധിക്കുള്ള എഗ്രിമെന്റ് ആയിട്ട് പറഞ്ഞു വരൂ. അതങ്ങോട്ട് തീർത്തു പറയാറായിട്ടില്ലടോ. മിസ്റ്റർ അഴകപ്പൻ, എവറിത്തിങ് ഈസ് ഓക്കെ. നിങ്ങൾ കൊടുക്കാനുള്ള തുകയ്ക്ക് 1 വർഷത്തെ കാലാവധി നീട്ടിക്കൊണ്ട് സേട്ട് തയ്യാറാക്കിയ എഗ്രിമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, മേഡം ഒരു കാര്യത്തിൽ ഇറങ്ങിയാ അത് ഇറങ്ങിയതാ. ഇതാ മേഡം ക്യാഷ്. താങ്ക് യു. ഓക്കെ. எக்ஸ்கியூஸ் மீ, യെസ്. ஒரு சின்ன சந்தேகம். நீங்க அந்த சிஐ விஷ்ணுவோட അതെ, വിഷ്ണുവിന്റെ ഭാര്യ. അഗ്രഹാരത്തിലെ ഗായത്രി തന്നെയാണ് ഞാൻ. എന്നാൽ ആ പഴഞ്ചൻ സംഭവങ്ങൾ ഒരു പഴങ്കഥയായിട്ട് പോലും എന്റെ മനസ്സിലില്ല. കേട്ടിട്ടില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്. നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കണം? മാറ്റം പ്രകൃതി നിയമമാണ്. ഗീതാവചനങ്ങൾ. ഒരുപക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അഗ്രഹാരത്തിലെ ആ പഴയ പൊട്ടിപ്പെണ്ണായി ഞാൻ ഇന്നും കഴിയേണ്ടി വന്നേനെ. പക്ഷെ ഇന്നോ എന്റെ ആജ്ഞകൾ മുട്ടുകുത്തി കേൾക്കാൻ പോലും ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ രാജാക്കന്മാരുടെ നീണ്ട നിരയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, VVIP-കൾ എന്നു വേണ്ട, എല്ലാവരും എന്റെ ഫ്രണ്ട്സ്. ആവശ്യത്തിലേറെ പണം, ഇന്ത്യ ഗേറ്റിനടുത്ത് താമസിക്കാനുള്ള ലക്ഷറി ബംഗ്ല, സഞ്ചരിക്കാനോ ഫോറിൻ കാറുകൾ, എല്ലാ സൗഭാഗ്യങ്ങളും. നന്ദിയുണ്ട്. ആരോടെല്ലാമോ കടപ്പാടുമുണ്ട്. പിന്നെ നിങ്ങൾക്കായി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം. ലെറ്റ്സ് സീ അഗൈൻ. I'll be around you. Bye-bye.
ഒരു STD ബൂത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓർമ്മ വെച്ച നാള് മുതൽ ഒരു ഓർഫനേജിലാണ് വളർന്നത്. അച്ഛൻ ആരാണെന്നോ ജന്മം നൽകിയത് ആരാണെന്നോ എനിക്കറിയില്ല. ബൂത്തിലെ നിത്യ സന്ദർശകനായിരുന്നു അയാൾ. നിരന്തരമുള്ള ശല്യപ്പെടുത്തൽ. പരാതിപ്പെടാനായി എനിക്ക് ആരുമില്ലല്ലോ. എന്താ ഇത്? പെൺകുട്ടികൾ ഇത്ര നെർവസ് ആകരുത്. ശത്രുവിന്റെ ധൈര്യം ഈ ഒഴുകുന്ന കണ്ണുനീരാണ്. പാടില്ല, പാടില്ല കുട്ടി. ഒരുപാട് കരഞ്ഞതല്ലേ. പാർവതിയുടെ വീട്ടിൽ ഇനി ഒരു പെണ്ണിന്റെ കണ്ണീർ വീഴരുത്. നിന്റെ നിഴലിൽ സ്പർശിക്കാൻ പോലും ഇവിടെ ആരും ഉണ്ടാവില്ല. നിനക്ക് എന്നോടൊപ്പം നിൽക്കാമോ? ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ ചിലപ്പോൾ അപകടം നിറഞ്ഞതായിരിക്കും. പലയിടത്തും ശത്രുക്കൾ നമുക്കായി തീർക്കുന്ന വാരിക്കുഴികൾ കാണും. അവയൊക്കെ തരണം ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇവിടെ നിന്റെ വീടായി കരുതി നിൽക്കാം. നന്ദൻ, സിന്ധുവിനായി മേളരത്ത് റൂം ശരിയാക്കണം. ഇനി നമ്മോടൊപ്പം എല്ലാ കാര്യത്തിനും ഇവളുണ്ടാകും. ഓക്കെ? ഓക്കെ മാഡം. സർ, ഇത്രയും വിവാദമായ ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ നമ്മൾ നിയോഗിച്ചൊരു പോലീസ് ഓഫീസർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വച്ചിരിക്കുന്ന ആദ്യ കോൺഫറൻസിൽ പോലും വരാൻ വൈകുന്നു എന്ന് പറഞ്ഞാൽ? സർ, ഒരു സത്യം തുറന്നു പറയുകയാണ്. അയാളുടെ ഈ പോക്ക് തീരെ ശരിയല്ല. എന്ന് പറഞ്ഞ അയാളെ എഴുതിത്തള്ളാൻ വരട്ടെ. മോഹൻദാസ് വരും ഉടൻ തന്നെ. ഇത്രയും പ്രയാസപ്പെട്ട് സല്യൂട്ട് ചെയ്യണ്ട. അല്ല മോഹൻദാസ് സാറ്, ഈ സൂപ്പറിന്റെ ഓഫീസിൽ ഈ സൂപ്പർ സ്കൂട്ടർ ഈ ചങ്ങലക്കിട്ട് പൂട്ടണ്ട വല്ല കാര്യമുണ്ട്? ഉണ്ടടോ, ഇതിനകത്തെ ആവശ്യമുള്ളൂ. ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് കേട്ടിട്ടില്ലേ? വെളിയിലുള്ളവര് മോഷ്ടിച്ച അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം പുറത്തുള്ളവര് മോഷ്ടിച്ച തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അതിനെ സ്പെയർ പാർട്സ് ആക്കി മാറ്റും. ഇവിടെ ഉള്ളവന്മാര് മോഷ്ടിച്ച ഈ ശർക്കര കുറച്ച് കൈയിട്ട് വരുന്ന പോലെ പാർട്സ് ആക്കി മാറ്റിക്കളയും. അവസാനം ഉരുട്ടിക്കൊണ്ടുപോകാൻ ടയർ പോലും കാണില്ല. നമ്മുടെ ആൾക്കാരല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അകത്ത് കോൺഫറൻസ് തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. അതുകൊണ്ട് സിപ്പ് ഇടണ്ടാന്നുണ്ടോ? അയ്യേ, ഞാൻ വന്നു സർ. മിസ്റ്റർ മോഹൻദാസ് ഇതിൽ എവിടെയായിരുന്നു? അതെ, ഞാൻ മർഡറിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോയതാണ് സർ. വളരെ വില പിടിച്ച ചില സൂചനകളും തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് സർ. എന്താണ് കിട്ടിയ ഡീറ്റെയിൽസ്? അതെ, നമ്പർ 1, വയറ്റത്ത് കത്തി ഉണ്ടായിരുന്നത് കൊണ്ട് വിമൽ രാജ് കത്തിക്കുത്തിയേറ്റാണ് മരിച്ചതെന്ന് ഉറപ്പാണ്. മറിച്ച് ഉണ്ടയാണ് വയറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വെടിയേറ്റാണ് മരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു. നമ്പർ 2, കത്തിയിൽ മാർക്കുണ്ടായിരുന്നത് കൊണ്ട് അത് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ കത്തിയാണ്. നമ്പർ 3, കത്തി കറിക്കത്തി അല്ലാത്തത് കൊണ്ട് അതൊരു കൊലക്കത്തിയാണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത്, ഈ മരിച്ച വിമൽ രാജ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കത്തിക്കുത്തിൽ മരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന്, ഏത് തരം കത്തി? സ്റ്റോപ്പ് ഇറ്റ്. സോറി സർ, ഞാൻ ഉദ്ദേശിച്ചത് ഈ മരിച്ച വിമൽ രാജ് ഇതിനു മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളുടെ തിരിച്ചുള്ള പ്രതികാരമാവും ഇത്. എന്ത്? അല്ല, മരിച്ചയാളുടെ അല്ല, ഐ മീൻ മരിച്ചയാളുടെ റിലേറ്റീവ്സിന്റെ. രാവിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. അതാണ് നാവിന്ന് ഇങ്ങനെ അബദ്ധങ്ങൾ. മതി, തനിക്കറിയാലോ അമ്പലക്കുളത്തിലെ വാച്ചറെ ഒരു ഭ്രാന്തൻ മുക്കിക്കൊന്നത്. അന്ന് അവിടുത്തെ CI താനായിരുന്നു സാർ. ഞാനന്ന് ലീവിലായിരുന്നു. മാത്രമല്ല, എനിക്ക് മനസ്സിലായിടത്തോളം അന്നത്തെ സംഭവം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർഫോഴ്സും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആയിരുന്നു. ഈ സംഭവം 5-6 പ്രാവശ്യം ലൈവായിട്ട് ടെലികാസ്റ്റ് കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാരും ഫയർഫോഴ്സുകാരും മത്സരിച്ച് ആ ഭ്രാന്തനെ രക്ഷിച്ചാണ്. സാർ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ TV-ക്കാര് കാശ് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കും. എന്നിട്ട് അവർക്ക് എഴുതി കാണിക്കാം, ദിസ് പാർട്ട് ഓഫ് ദി കൊലപാതകം ഈസ് സ്പോൺസർഡ് ബൈ ഡാബർ, അമുൽ ടീ. നിർത്ത്. സിറ്റിയിൽ നടന്ന ഈ മർഡറിന്റെ പ്രധാന അന്വേഷകൻ താനാണ്. അപ്പോഴപ്പോഴുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം സാർ. കേസ് അന്വേഷണത്തിന് ഇവരിൽ ആരുടെ സഹായം വേണമെങ്കിലും തനിക്ക് സ്വീകരിക്കാം. ഇത് ആലുവ SI മിസ്റ്റർ ശങ്കരൻകുട്ടി, നിരവധി കൊലപാതകങ്ങൾ കണ്ടുപിടിച്ച മിടുക്കൻ. അതെ, ഹി സാലു തോമസ്, ഫോർട്ട് SI. ഫോർട്ടിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിംഗ് കണ്ടുപിടിച്ച സമർത്ഥൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങോട്ടെ സാർ. താൻ എവിടെ പോകുന്നു? അല്ല സാർ, ഇത്രയും മിടുക്കരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉള്ളപ്പോ ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല എന്നെ എന്തിനേൽപ്പിക്കണം? അതല്ലടോ,
തന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇവരിൽ ആരെയാണ് തനിക്ക് വേണ്ടത്? കേസ് അന്വേഷണത്തിന് ഒരു സഹായിയാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറ്റിയ ഒരാളുണ്ട്. സാറ് കേട്ടിട്ടില്ലേ, ചക്കിക്ക് കൂട്ട് ചങ്കരൻ? മനസ്സിലായില്ല. അല്ല, പുറത്ത് ആറാവ് നിൽക്കുന്ന ആ താമരാക്ഷൻ. ഓ, അയാള് മതിയോ തനിക്ക്? ധാരാളം. ഓക്കെ, എഗ്രി. താങ്ക് യു സർ. വെരി സോറി. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഇന്നത്തോടെ തന്റെ പാറാവ് ജോലി അവസാനിച്ചിരിക്കുന്നു. എന്റെ പൊന്ന് സാറേ, ഇനി മുതൽ ഡ്യൂട്ടി സമയത്ത് ഞാൻ ഉറങ്ങത്തില്ല. നന്നായിട്ട് സല്യൂട്ട് ചെയ്യാം. അതല്ലടോ, തന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുക. ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഹരികൃഷ്ണൻസിലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെ പോലെ. അതല്ല, നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസനെയും പോലെ. പിന്നെ വേറൊരു കാര്യം, അതിലുള്ളതുപോലെ എനിക്ക് ഇടയ്ക്കിട്ട് പാര വയ്ക്കാൻ നോക്കിയ എന്റെ വേഷം മാറും. മോനെ ദിനേശ്. ദിനേശനല്ല സാർ, താമരാക്ഷൻ. നരസിംഹം കണ്ടില്ല അല്ലേ? ടിക്കറ്റ് കിട്ടിക്കാണില്ല. ഞാനും ഐജിയെടുത്ത് വിളിച്ച് പറഞ്ഞ ടിക്കറ്റ് ഒപ്പിച്ചത്. ഇന്ന് മുതൽ കമ്പൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ. വാവച്ചൻ വണ്ടിക്ക് പാർവതി എന്താ ഈ വഴിക്ക്? ഇതുവഴി പോകുമ്പോ വാവച്ചൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു, അതുകൊണ്ട് ഇറങ്ങി. സാറിന്റെ വണ്ടി എന്താ പഞ്ചറായോ? വണ്ടി പഞ്ചറായതുകൊണ്ടല്ലടാ ബോണറ്റ് പൊക്കി വെച്ചിരിക്കുന്നത്. ഇവന് വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഇവിടെ അടുത്താണ് ഈ വർക്ക്ഷോപ്പും ഇല്ല. വാവച്ചന് വിരോധമില്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ വണ്ടി ഇവിടെ എങ്ങനെ? അത് പ്രശ്നമല്ല. വാവച്ച സർപ്പിക്കുള്ളൂ. വണ്ടി റിപ്പയർ ചെയ്ത് ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. വരൂ വാവച്ചൻ. Come on, please. Okay. ഒരേ വാവച്ച, നിന്റെ കാര്യം കട്ടപ്പോക. താനിപ്പോ പഴയ ആളെയല്ല. ഞാൻ പറഞ്ഞില്ലേ വാവച്ചൻ, പഴം കഥകളൊക്കെ പാടെ മറന്നു. ഡൽഹിയും ബോംബെയും പോലുള്ള വൻകിട മെട്രോപൊളിറ്റൻ സിറ്റികളുടെ സന്തതിയായി പോയില്ലേ ഞാൻ. ഡൽഹി എന്ന മഹാനഗരത്തിൽ ഇന്ത്യ ഗേറ്റിനടുത്തുള്ള എന്റെ ലക്ഷറി ബംഗ്ലാവ്, അവിടെ എന്നോടൊപ്പം സംസാരിക്കാനും അന്തി ഉറങ്ങാനും വേണ്ടി നിലയ്ക്കാത്ത ഫോൺ കോളുകൾ. രാഷ്ട്രീയ നേതാക്കൾ മുതൽ എല്ലാം വമ്പന്മാർ. അവരിലൊന്നും വാവച്ചനെ പോലെ കരുത്തനായ ഒരാണിനെ ഞാൻ കണ്ടില്ല. പുരുഷൻ എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാൾ എന്റെ ജീവിതത്തിൽ, മനസ്സിൽ വാവച്ചന് തുല്യം വാവച്ചൻ മാത്രം. വാവച്ചനെ കുറിച്ച് ഓർക്കാത്ത ഒറ്റ രാത്രി പോലും ഇല്ല. സത്യം പറഞ്ഞാൽ വാവച്ചനെ കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് ഓടിയെടുത്തത്. ഐ ലൈക്ക് യു, ഐ വോണ്ട് യു, പ്ലീസ്. തിരക്കുള്ള ആളാണെന്നറിയാം. ഒരിക്കൽ, ഒരേ ഒരു പ്രാവശ്യം, ഒരേ ഒരു രാത്രി വാവച്ചന്റെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കണം. പ്ലീസ്, നോ എന്ന് പറയരുത്. വരണം. ഞാൻ എന്റെ ബെഡ്റൂമിന്റെ വാതിൽ വാവച്ചന് വേണ്ടി തുറന്നിട്ടിരിക്കും. This is my visiting card. I expect you tomorrow. See you.